ഹലോ, അപ്പോൾ ഇത് ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലെ വിഷു വ്ളോഗാണ് കേട്ടോ. ഈ വിഷുവിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഷു തന്നെയായിരുന്നു. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗസ്റ്റ്. പേര് സു. ആള് സൗത്ത് കൊറിയെന്നാണ്. ഇനി ഇവരെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എൻ്റെ 2 ചേച്ചിമാരിൽ ആദ്യത്തെ ചേച്ചി ഹസ്ബൻഡും കുറച്ചു കാലം ജർമ്മനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടാണ് ഇയാളേനെ. പിന്നെ ഇന്ത്യയിലോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായപ്പോൾ നമ്മളുടെ വീട്ടിലും വരാമെന്ന് പറഞ്ഞു. ചേച്ചി ഈ ഒരു കാര്യം ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ സംശയങ്ങളായിരുന്നു. അവർക്ക് നമ്മളുടെ ഫുഡ് ഇഷ്ടാവോ, നമ്മളുടെ ഇവിടുത്തെ ചൂട് പറ്റുമോ, അങ്ങനെ കുറേ. പക്ഷെ വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അവർ നമ്മുടെ വീട്ടിലെ ഒരാളായി. അതിൻ്റെ ക്രെഡിറ്റ് അവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളുടെ നാട് വീടൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. നോർമലി നമ്മളുടെ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നാലും ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ചിന്ത പോവുക വീടിൻ്റെ അടുത്തുള്ള ഒളപ്പമണ്ണവനെ കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സു വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനയിൽ കയറാനുള്ള പെർമിഷനും എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 8 കെട്ടാണ് കേട്ടോ. 600 വർഷം പഴക്കമുണ്ട് ഈ മനയ്ക്ക്. നമ്മൾ അവിടെ എത്തിയപ്പോൾ എപ്പോഴത്തെ പോലെ രാജമാമ ഉണ്ടായിരുന്നു. മനയുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആളാണ് കേട്ടോ നോക്കണത്. ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ കൃഷ്ണജേനയും കൂടെ നമുക്ക് കിട്ടി. മനയിലെ ഏറ്റവും ചെറിയ തലമുറയത്തെ ആളായതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഏറ്റവും അനുയോജ്യമായ ആൾ കൃഷ്ണജ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി. അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃഷ്ണജ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ഗസ്റ്റിന് പറഞ്ഞു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനയുടെ കാര്യങ്ങൾ നമ്മളും ആദ്യമായിട്ട് അറിയണേ. ഈ ഒരു റൂം തുറന്നിട്ട് ഉള്ളിൽ കയറുന്നവരെ നമുക്കതൊരു നോർമൽ റൂമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പുറത്തെ ചൂടിൻ്റെ പകുതി പോലും അതിനകത്തില്ല. അതിന് മച്ചെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആവണം. മനയുടെ നടുമുറ്റത്തായിട്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു കുഞ്ഞു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മളുടെ ഗസ്റ്റ് കൗതുകത്തോടെ നോക്കിയത് അപ്പുറത്ത് നിൽക്കണ മുല്ലപ്പൂ വള്ളിയാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര മുല്ലപ്പൂ കയ്യിലെടുത്ത് കാണുന്നത്. പണ്ട് കാലത്തെ പല്ലക്കും അവിടെ ഉണ്ടായിരുന്നു. കാണാൻ മാത്രല്ല നമ്മൾ ഗസ്റ്റിനെ അതിലിരുത്തി കുറെ ഫോട്ടോസും എടുത്തു. സോ ഇതെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമ്മളും നല്ല ഹാപ്പിയായി. ഇപ്പൊ നമ്മളീ പോണത് അവിടുത്തെ ഒരു മ്യൂസിയത്തിക്കാണ്. അതിനകത്തുള്ള ഓരോ സാധനത്തിനും എത്രയോ വർഷങ്ങളുടെ പഴക്കം കിട്ടോ. പക്ഷെ ഇപ്പോഴും അത് അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിന്റെ ഉള്ളില്. It's for a different purpose. It's wooden one where you can just take it as to the trainer. Yeah. It's a wooden one. നമുക്ക് സേവില്ലേ just for the Gomgi. it's called Gomugi. It's a name. So it's been carved. See, for the family. So this OMC means Olapamanna Mana and to keep the medicines. Yeah. These Ayurveda medicine. Medicine. This you will keep the mangoes. 20 kilos. 5. പണ്ടത്തൊക്കെ കാലത്ത് അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രത്യേകതരം പാത്രങ്ങളും അന്നത്തെ കാലത്ത് ആഭരണങ്ങൾ ഇട്ട് വെച്ചുകൊണ്ടിരുന്ന ആമാടപ്പെട്ടികളും അരിയും മറ്റു സാധനങ്ങളൊക്കെ അളക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവ് പാത്രങ്ങളും അങ്ങനെ ഭരണികളും അങ്ങനെ പല പല അത്ഭുതങ്ങളിലൊരു മുറിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ പുറത്ത് മുറ്റത്ത് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. മേലുള്ള ഈ പത്തായപ്പുരയിലൊക്കെ മനയിലെ ഇപ്പത്തെ മെമ്പേഴ്സൊക്കെ താമസിക്കുന്നുണ്ട്. ഇത് മനയുടെ വേറൊരു എൻട്രി ആണ് കേട്ടോ. പണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സ്ത്രീകള് ആദ്യം കയറുക ഈ വാതിൽ വഴിയത്രേ. ഇവിടെ നമുക്കറിയണ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ സ്കൂൾ വിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ വരുമ്പോൾ മനയുടെ പുറത്ത് റോട്ടിൽ വലിയ വലിയ വണ്ടികൾ നടക്കണുണ്ട. നമ്മളൊരു ഒറ്റ ഓട്ടാ മനയുടെ ഉള്ളിക്ക്. പിന്നെ ആരൊക്കെ വന്നതെന്ന് അറിയാനുള്ള തിടുക്കവും. അതും പോരാ അവരുടെ ഒക്കെ അടുത്ത് വിട്ട് ഓട്ടോഗ്രാഫ് വാങ്ങണവരെ ആകെ ഒരു വെപ്രാളാണ്. ആ ഓട്ടോഗ്രാഫൊക്കെ നിധി പോലെ സൂക്ഷിച്ചും വയ്ക്കും. പിറ്റേന്ന് ക്ലാസ്സിൽ പോയിട്ട് കിട്ടിയ ഓട്ടോഗ്രാഫ് എല്ലാം ഗമയിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഒരു സെൽഫി എടുത്താൽ നമുക്കത് കിട്ടുമെന്ന് സംശയമാണ്. പിന്നെ നമ്മൾ മേലെമനയും കൂടെ പോയിട്ടോ. അവിടേക്ക് പോണ വഴി തന്നെ ഒരു പ്രത്യേക രസമാണ്. ഒരു സൈഡിൽ നമുക്ക് മനക്കിലെ അമ്പലവും കാണാം. ഈ വഴിയൊക്കെ എപ്പോൾ പോയാലും ഒരു വേറെ തന്നെ ഫീലാട്ടോ.
ചുറ്റും നല്ല മരങ്ങളും ഇരുട്ടൊക്കെ ആയിട്ടാണ് എപ്പോഴും ഇവിടെ. ഈ സ്റ്റെപ്പുകളൊക്കെ കയറിപ്പോയാൽ നമ്മൾ മേലെ മനയിലെത്തി. ഈ മനയും വേറെ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ. ഇതും നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടു കാണും. കിഷ്കിന്ധാഖാന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നു. അന്ന് ഷൂട്ടിംഗ് കാണാൻ ഞാനും കസിൻസും കൂടെ ഒരു മഴയത്ത് ഇവിടെ വന്നതാണ് അവസാനമായിട്ട്. പിന്നെ എന്താ ഇപ്പോഴാ നേരെ കുറച്ചൊക്കെ ഇരുട്ടി തുടങ്ങാനായപ്പോൾ കൃഷ്ണചൂട് രാജമാമോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ പോണ വഴി തന്നെ നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലും കൂടെ ഇറങ്ങി. അച്ഛമ്മയുടെ വിളക്ക് വെക്കണ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഗസ്റ്റിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അക്കു കുറച്ചു നേരം പകച്ചു നിന്നു. പിന്നെ മെല്ലെ മെല്ലെ ഓക്കെ ആയി. അച്ഛമ്മ പണ്ടേ ക്യാമറ കണ്ട നാണക്കാരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പം ക്യാമറ ഓൺ ആക്കിയാലും ആളറിയും. നല്ല ഉറക്ക സ്നേഹിയായി നമ്മുടെ കുഞ്ഞുണ്ണി അകത്തതൊന്നും അറിയാണ്ട് കിടന്നുറങ്ങുന്നു. പിന്നെ എല്ലാരും കൂടെ അകത്ത് വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ചെമ്മലായിപ്പോയി. സൂ പൊതുവെ 6 മണിക്ക് അത്ര ഫുഡ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി. ഇത് ഫ്രഷ് ഫ്രം സൗത്ത് കൊറിയ ആണ് കേട്ടോ. ഒരു ഫേസ് മാസ്ക് ആയിരുന്നത്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലത്തെ ഒരു തണുപ്പും ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ദിവ്യേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 3 കൂടെ അടുത്തുള്ള പുഴ കാണാൻ വേണ്ടി പോയി. പണ്ട് ചെറുതാകുമ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങൾ കുട്ടികൾ രാവിലെ തൊട്ട് നട്ടുച്ച വരെ ഈ പുഴയിൽ കളിക്കുമായിരുന്നു. അവസാനം കണ്ണൊക്കെ ചുവന്ന് വരുമ്പോഴാണ് കയറി പോകാൻ സമയമായി എന്ന് മനസ്സിലാവുക. ഇപ്പോൾ അന്നത്തെ പോലെ കുട്ടികളോ ബഹളോ ഒന്നുമില്ല അവിടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അക്കും കുഞ്ഞിനൊക്കെ എത്തി കളിയായി. സുഖമായിട്ട് കൂടെ കളിക്കാനൊക്കെ കൂടി പെട്ടെന്ന് തന്നെ അവരായിട്ട് കമ്പനിയായി. ഇന്ന് നമ്മൾ സൂന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റീം ബാത്തും ഫുൾ ബോഡി മസാജൊക്കെ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്ന ആള് നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഇപ്പോഴാ നാണം പോയിട്ടില്ലായിരുന്നു കേട്ടോ. അവന്റെ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെ ആലോചിക്കണം നമുക്കറിയില്ലല്ലോ. അടുത്ത ദിവസം വിഷു ആയതുകൊണ്ട് തന്നെ കണി വെക്കാനുള്ള കൊന്നപ്പ് കുറയ്ക്കാൻ അമ്മയുടെ കൽപ്പന കിട്ടി. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ദിവ്യേച്ചിയും കുട്ടിസെറ്റും കൂടെ വീടിന്റെ മേലുള്ള തൊടിക്ക് വലിയ തോട്ടിക്കായിട്ട് പോണതാണ് ഈ കാണുന്നത്. ഇത് പിന്നെ എല്ലാ കൊല്ലമുള്ളതാണ് ഈ പോക്ക്. എനിക്ക് പൊതുവെ വിഷുവിനേക്കാൾ ഇഷ്ടം വിഷുവിന്റെ തലേന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കൊന്നപ്പ് കുറയ്ക്കല്, അത് വാടേണ്ട വൈകുന്നേരം വരെ വെള്ളം തളിച്ച് വെക്കല്, അട ഉണ്ടാക്കാനുള്ള ഇല മുറിക്കല്, അത് വാട്ടല്, പിന്നെ പ്രധാന കാര്യം കണി ഒരുക്കല്. അതൊക്കെ ഒരു വല്ലാത്ത രസം തന്നെയാണ്. പണ്ടൊക്കെ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ തന്നെ ഞാനും ദിവ്യേച്ചിയും കുട്ടമാമയും കൂടെ പോകും. ഓരോ കൊന്നത്തിന്റെ ചൂട്ടിൽ കുറെ പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. എങ്ങനെയൊക്കെ അവസാനം കുറച്ച് കിട്ടിയിട്ടേ നമ്മൾ വീട്ടിലേക്ക് വരുള്ളൂ. ഇന്ന് 1-2 കല്യാണക്ഷണം ഉണ്ട്. അതുകൊണ്ട് ഒന്നിന് അച്ഛനും ഒന്നിന് അമ്മയാണ് പോണത്. എല്ലാ സ്ഥലത്തും നേരത്തെ പോണ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ നേരത്തെ പോയി. അമ്മ പിന്നെ എന്നത്തെ പോലെ ആടിപ്പാടി ഇറങ്ങണുള്ളൂ. ഉച്ചഭക്ഷണവും ഉച്ചമയക്കും എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ അടുത്തുള്ള പെരുമാങ്ങോട് അമ്പലത്തിൽ പോയിട്ടോ നമ്മുടെ ഗസ്റ്റിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ദിവ്യേച്ചിക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മളത് തീർത്തിട്ട് പോകാനായി. ഈ പോണതുണ്ടല്ലോ വീണ്ടും കുറച്ച് കൊന്ന കുറയ്ക്കാനാണ്. ഇതിപ്പോൾ ഞാനും ദിവ്യേച്ചിയും കുറച്ച് കൊല്ലങ്ങളായിട്ട് തുടങ്ങി വെച്ചൊരു ചടങ്ങാണ്. ഏതോ ഒരു വിഷുവിന് ഞങ്ങൾ രണ്ടാളും കൂടെ വീടിന്റെ അടുത്തുള്ള പാടത്തു കൂടെ പോയിട്ട് അവസാനം കുറച്ച് കൊന്നപ്പൂ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ തൊട്ട് ഞങ്ങൾ സ്ഥിരം പോകാൻ തുടങ്ങി. അത് ഇതേ സമയം തന്നെ കേട്ടോ നമ്മൾ എല്ലാ കൊല്ലം പോവുക. അത് കൊന്നപ്പൂ പറിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രത്യേക ഇഷ്ടം ഈ പോക്ക്. വീട്ടിലെ അമ്മ അച്ഛനൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രാന്താന്നാ പറയാ ഈ കാര്യത്തില്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു വിഷയമല്ല. അത് ഞങ്ങൾക്കായിട്ട് എടുത്തു വെച്ച പോലെ 1-2 കൊന്നപ്പൂവിലും എല്ലാ കൊല്ലം അവിടെ ഉണ്ടാവും. അതെന്റെ ദിവ്യേച്ചിട്ടൊരു വിശ്വാസം. ഇപ്പൊ കിട്ടിയ കൊന്നപ്പൂവൊക്കെ വേഗം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നേരെ സ്കൂട്ടി എടുത്ത് പെരുമാങ്ങോട് പോയി. ഇവിടെ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പഴയ ഒരു അമ്പലമാണിത്. ഇതിന്റെ ചുറ്റുപാടൊക്കെ നല്ല രസമാണ്, കുറെ മരങ്ങളൊക്കെ ആയിട്ട്. ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ ഭംഗി ഇതിന്റെ പഴം തന്നെയാണ് ശരിക്കും. ഇതിന്റെ സൈഡ് വഴി പോകുമ്പോൾ പുറകുവശത്തായിട്ട് നല്ലൊരു കുളം ഉണ്ട് കേട്ടോ. അതും കണ്ണിന് നല്ല കുളിർമ വരുന്ന ഒന്നാണ്. നമ്മൾ ബാക്കിൽ എത്തിയപ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കുളം ഉണ്ടല്ലോ എത്ര നേരം വേണേലും ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക. തൊട്ടപ്പുറത്താണെങ്കിൽ പാടങ്ങളും മലകളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ തന്നെ. കുറച്ചേരം പിന്നെ നമ്മളും കുളത്തിൽ കാലൊക്കെ ഇട്ട് വെച്ചോണ്ടിരുന്നു. നമ്മൾ കാലൊന്ന് ജസ്റ്റ് വെച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കണ ഈ തെങ്ങോളിലൊക്കെ തൂക്കണാങ്കുരുവിടെ കൂടോള് കാണാം. അതിലൊരെണ്ണം താഴെ വീണ് കിടക്കണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. പണ്ടൊക്കെ ഇങ്ങനൊരു കൂട് വീണ് കിട്ടാൻ വേണ്ടി നോക്കി നടക്കുമായിരുന്നു. അതൊക്കെ ആയിരുന്നു അന്നത്തെ വലിയ വലിയ ആഗ്രഹങ്ങൾ. അവിടെ കുറച്ചേരൊക്കെ നിന്നപ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് വേഗം നമ്മൾ തിരിച്ചു. വീട്ടിലെത്തിയിട്ട് നമുക്ക് കണിയൊരുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പൊതുവേ കണിയൊരുക്കാൻ ഞാനും ദിവ്യേച്ചിയാണ് കേട്ടോ സാരഥ്യം വഹിക്കല്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് പുതിയ ആൾക്കാരും ഉണ്ട്.
അതുകൊണ്ട് തന്നെ കണി ഒരിക്കലും ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടാട്ടോ. പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പല പല സാധനങ്ങൾ പല രീതിക്ക് വെച്ച് അവസാനം അതൊരു വിഷുക്കണിയാവണത്. ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടപ്പരിപാടി തുടങ്ങി. വീടിന്റെ പുറത്ത് തിണ്ടത്തിരുന്നിട്ടാണ് എല്ലാരും കൂടെ അട വരുത്തല്. സൂന് ഇതെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടി. അമ്മയുടെ വക ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ പ്രധാന പരിപാടി തുടങ്ങി വെച്ചു കേട്ടോ. പണ്ട് ചെറുതാകുമ്പോൾ അച്ഛൻ കടയിൽ നിന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. ഞങ്ങളുടെ 3 ആളുടെ കണ്ണ് അച്ഛന്റെ കയ്യിലെ കവറിലാവും. പിന്നെ കമ്പിത്തിരിയുടെയും നിലച്ചക്രത്തിന്റെ ഒക്കെ എണ്ണെടുക്കലും കത്തിക്കലും തിരക്കൊക്കെ ആവും. ഓലപ്പടക്കം മാലപ്പടക്കം ഒക്കെ അന്നും ഇന്നും അച്ഛനും അമ്മയാണ് കൈകാര്യം ചെയ്യണത്. പിന്നെ എപ്പത്തെയും പോലെ നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയി. ബാക്കി കമ്പിത്തിരി കത്തിക്കലൊക്കെ അവിടെ നിന്നായിരുന്നു. അക്കും അച്ഛമ്മയൊക്കെ നേരത്തെ ഉറങ്ങിയെന്നു കേട്ടോ. പക്ഷെ കുഞ്ഞുണ്ണി ഫുൾ എനർജിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എവിടുന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ടായിരുന്നു ആളുടെ വരവ്. ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി സ്വിച്ച് ഇട്ട പോലെ ഒരു ഉറക്കായിരുന്നു. പിന്നെ അങ്ങനെ രാവിലത്തെ കണി കാണലും കൈനീട്ടം കൊടുക്കലും എല്ലാം ആയി. പണ്ട് തൊട്ടേ നമ്മളെ പ്രായത്തിന്റെ ഓർഡറിലാണ് അമ്മ അച്ഛന് കണി കാണിക്കാൻ എണീപ്പിക്കാറ്. ആദ്യത്തെ ആളെ അമ്മ അച്ഛനെ വന്ന് എണീപ്പിച്ച് കണ്ണൂത്തി കൊണ്ടുപോകണത് അറിഞ്ഞ പിന്നെ നമ്മളുടെ ഊഴത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാ. അതുവരെ കണ്ണ് തുറക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല കേട്ടോ. തലേ ദിവസം നമ്മുടെ ആഘോഷത്തിന്റെ ബാക്കിയത്ര മുറ്റത്ത് നന്നായിട്ട് തന്നെ കാണാനുണ്ടായിരുന്നു. ലുട്ടും രാവിലെ തന്നെ എണീച്ച് അവന്റെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് ആര് വന്നാലും ഇതിൽ കയറി നിൽക്കലാണ് മെയിൻ പരിപാടി. പിന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി. പൊതുവേ നമ്മൾ നടന്നിട്ടാണ് പോവാറ്. പിന്നെ നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ പോകാൻ നോക്കി. ഇപ്പൊ ഈ പോണത് ചെങ്ങണിക്കോട്ടുകാർക്കാണ് കേട്ടോ. അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ വിഷുവിന് മാത്രമാണ് കിഴക്കേ നട തുറക്കാറ്. അവിടെയാണ് വിഷുക്കണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. രാവിലെ ഒരു സമയം വരെ മാത്രമേ ആ നട തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മിസ്സാക്കാറില്ല കേട്ടോ ഒരു കൊല്ലവും. സൂര്യന് നമ്മളൊരു പൊട്ട് വെച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇറങ്ങണ സമയത്ത് തിരക്കിൽ പെട്ട് നമ്മൾ എല്ലാവരും അത് മറന്നുപോയി. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ കിഴക്കേ നടയത്തെ വിഷുക്കണി എല്ലാം കണ്ടു. ഈ പവിഴമല്ലിപ്പൂവ് എപ്പോൾ അമ്പലത്തിൽ പോയാലും നമ്മൾ എടുക്കാറുണ്ട്. എനിക്കത് ഓരോ വട്ടം മണത്ത് നോക്കുമ്പോഴും അമ്പലത്തിലെ പാൽപ്പായസായിട്ട് ഓർമ്മ വരിക. പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെയുള്ള കാന്തല്ലൂർ ക്ഷേത്രത്തിൽ പോവാന്നായി. അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തിരക്കും അവിടെ ഉണ്ടായിരുന്നു. ക്യൂ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ എൻ്റെ ഫ്രണ്ട് ശരത്തിനെയും കണ്ടു. 5ാം ക്ലാസ് തൊട്ട് +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ പഠിച്ചത്. ഇപ്പൊ ഇങ്ങനെ വിഷു പൂരമൊക്കെ വരുമ്പോഴാണ് കൂടെ പഠിച്ചവരെയൊക്കെ കാണാറ്. പിന്നെ അമ്പലത്തിൽ പോയി വന്ന ക്ഷീണം തീർക്കലായി എല്ലാവരും. അമ്പലത്തിൽ പാലട ഫെസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മളൊരു 2 ലിറ്റർ പായസം വാങ്ങിയിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ച് കുറച്ചേരം കൊണ്ട് അവിടെ ഇരുന്നു. മെയിൻ ഒരാളെ നമുക്ക് ഇന്ന് ഇറക്കാനുണ്ട്. മാലപ്പടക്കാണ്. അത് നമ്മൾ എല്ലാ കൊല്ലവും ഈ ഒരു സമയത്താണ് പൊട്ടിക്കാറ്. അച്ഛൻ മാലപ്പടക്കം എടുത്ത് ഏതോ മരമൊക്കെ ലക്ഷ്യാക്കിട്ട് പോകുന്നുണ്ടായിരുന്നു. മാലപ്പടക്കം എന്താണെന്നറിയില്ല, എല്ലാ കാലത്തും എനിക്ക് ഭയങ്കര പേടിയാണ്. മാലപ്പടക്കം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും നമ്മൾ ഓലപ്പടക്കത്തേക്ക് എത്തി. തലേന്ന് ഒരു മര്യാദയ്ക്ക് പൊട്ടിയ ഓലപ്പടക്കം ഇന്ന് നോക്കുമ്പോൾ 5-6 സെക്കൻഡ് കഴിയുമ്പോഴായിരുന്നു പൊട്ടിയത്. അച്ഛനും മരുമോനും കൂടെ പിന്നെ മത്സരമായിരുന്നു. ആഗ്രഹം മൂത്ത് ഞാനും ഒരു 2-3 എണ്ണം കത്തിച്ചു. ഇത് അക്കുവിന് ഏതോ ഒരു കൊല്ലം വാങ്ങിയ സൈക്കിളാട്ടോ. ഇതിന് ഓടിക്കാൻ വീട്ടിൽ ആരും തന്നെ ബാക്കിയില്ല തന്നെ പറയാം. കണി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് അതത് സ്ഥലത്ത് വെക്കലാണ് അടുത്ത പണി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചെടുക്കണത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇനി ഒരു കൊല്ലം കഴിയണമല്ലോ അടുത്ത വിഷുവിന് ആലോചിച്ചിട്ട്. വൈകുന്നേരം ആയപ്പോൾ സൂന് പോകാനുള്ള സമയവും ആയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം പോയതൊന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇറങ്ങാൻ സമയപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു വിഷമൊക്കെ ആയിരുന്നു കേട്ടോ. യാത്ര അറിയാൻ നേരത്ത് കെട്ടിപ്പിടിച്ചിട്ട് സൂ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഫാമിലിയും കണ്ടിട്ട് എനിക്കിതിലൊരു മെമ്പർ ആവാൻ കൊതിയാവണമെന്ന്. അതിൽ നിന്ന് തന്നെ നമ്മുടെ വീടും നാടൊക്കെ എത്രത്തോളം സൂന് ഇഷ്ടമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചിയുടെ കയ്യിൽ അവളുടെ കല്യാണത്തിനുള്ള ഒരു ചെറിയ സമ്മാനം കൊടുത്തിട്ടാണ് സൂ യാത്ര പറഞ്ഞത്. ഇനി കാണുമെന്ന് പോലും ശരിക്കും അറിയില്ല. പക്ഷെ ഓർത്ത് വയ്ക്കാൻ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച സൂന് ഒരുപാട് നന്ദി.